പണ്ട് 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 ഒരിടത്തൊരു രാജാവും രാജാവിന്റെ സുന്ദരിയായ മകളും താമസിച്ചിരുന്നു. അവരുടെ മനോഹരമായ പൂന്തോട്ടത്തിന്റെ നടുവിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു കൊടും കാറ്റടിച്ചപ്പോ രാജകുമാരി ആ മരത്തിന്റെ ഏറ്റവും മുകളിലേക്ക് പറന്നുപോയിരുന്നു. അപ്പൊ രാജാവ് പ്രഖ്യാപിച്ചു, എന്റെ മകളെ സുരക്ഷിതമായി താഴെ എത്തിക്കുന്ന യോദ്ധാവിന് പകുതി രാജ്യവും രാജകുമാരിയെയും വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന്. പല ധീരന്മാരും ശ്രമിച്ചെങ്കിലും ആരും വിജയിച്ചില്ല. അപ്പൊ ജോൺ എന്ന പന്നി വളർത്തുകാരൻ മുന്നോട്ട് വന്നു. പന്നി പറഞ്ഞു കൊടുത്ത ഉപദേശം കൊണ്ടുവന്ന ജോൺ രാജാവിന്റെ അനുവാദം ചോദിച്ചു. എരുമത്തോല് കൊണ്ടുണ്ടാക്കിയ 7 കോട്ടുകളും 7 ജോഡി ബൂട്ടുകളും ധരിച്ച് ജോൺ കോടാലിയുമായി ആ വലിയ മരത്തിൽ കയറാൻ തുടങ്ങി. മരത്തിന്റെ ഏറ്റവും മുകളിലെത്തിയപ്പോ അവൻ ഇലകളിലൂടെ മേഘത്തിന്റെ മുകളിലുള്ള ഒരു അത്ഭുത ലോകത്തേക്ക് എത്തി. അവിടെ 3 തലകളുള്ള ഒരു ഡ്രാഗൺ രാജകുമാരിയെ തടവിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആദ്യം രാജകുമാരി ജോണിനെ ഒളിപ്പിച്ചു. പിന്നീട് ഡ്രാഗണിനോട് പറഞ്ഞു അവൻ അവളുടെ ജോലിക്കാരനാണ് എന്ന്. ആ സ്ഥലത്ത് ഡ്രാഗണിന് ഒരു മെലിഞ്ഞ കുതിര കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ കുതിര സംസാരിക്കാനും ഡ്രാഗന്റെ രഹസ്യങ്ങൾ അറിയാനും കഴിവുള്ളതായിരുന്നു. ഡ്രാഗന്റെ ശക്തിയുടെ രഹസ്യം കണ്ടെത്താനായി കുതിര രാജകുമാരിയോട് പറഞ്ഞു. ഒരു ദിവസം രാജകുമാരി ഡ്രാഗണിന് മദ്യം കൊടുത്ത് ബോധം കെടുത്തി അവന്റെ ശക്തിയുടെ രഹസ്യം ചോദിച്ചു. നാട്ടിലുള്ള ഒരു വെള്ളി കരടിയുടെ ഉള്ളിലെ മുയലിന്റെ ഉള്ളിലെ പെട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന 9 കടന്നലുകളാണ് ഡ്രാഗന്റെ ജീവൻ നിലനിർത്തുന്നതെന്ന് പറഞ്ഞു. ജോൺ കുതിരയുടെ സഹായത്തോടെ കരടിയെയും മുയലിനെയും കണ്ടെത്തി കടന്നലുകളെ ഇല്ലാണ്ടാക്കി. അതോടെ ഡ്രാഗന്റെ ശക്തി ഫുള്ള് നശിച്ചുപോയി. കുതിര സ്വർണം കൊണ്ടുണ്ടാക്കിയ തടിമാടനായി മാറി. അവസാനം ജോണും രാജകുമാരിയും സ്വർണ്ണ കുതിരയുടെ പുറത്ത് കയറി കൊട്ടാരത്തെത്തി. രാജാവ് സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. എന്നിട്ട് ജോണിനെയും രാജകുമാരിയെയും കല്യാണം കഴിപ്പിച്ച് ജോൺ ആ രാജ്യം ഭരിച്ചു.